Hello, good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, good morning. റെഡിയായോ എല്ലാരും? ഓക്കെ. ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കുറവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ആരാ ചോദിച്ചത്? താങ്ക് യു ചോദിച്ചതിന്. അല്ലെ, നമ്മളൊക്കെ ഒരാള് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അല്ലെ ഒന്ന് കഴിച്ചോ? ചില നമ്മളെയൊക്കെ കണ്ടാൽ ചിലപ്പോ കഴിച്ചോന്ന് ചോദിക്കില്ല. കാരണം കണ്ടാലും തോന്നില്ല കഴിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ചോദിക്കാറില്ല ഒരു മിക്ക ആളുകളും. സോ താങ്ക് യു സോ മച്ച് ചോദിച്ചതിന്. ഇത് കഴിച്ചിട്ടില്ല, ചായ മാത്രം. രാവിലെ അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി എന്താ പറയാ കഴിക്കാൻ പാടില്ലാതിരിക്കാൻ, കഴിക്കാതിരിക്കാൻ പാടില്ല, കഴിക്കണം എന്നാണ്. പക്ഷെ ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം അല്ലെ? ചോദിച്ചതിന് വളരെയധികം സെവൻത്ത് ചാപ്റ്ററിന്റെ പേജ് നമ്പർ ഉണ്ടാവില്ല പിള്ളേരെ? 76 അല്ലേ? നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ ഡ്രഗ്സ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് അല്ലെ? അതെ, ഡെഫിനിഷൻ ഓഫ് RX പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, ടു ടേക്ക് ദിസ് മെഡിസിൻ എന്ന് മീനിങ് വരുന്ന RX എന്ന് പറയുന്ന ആ ഒരു ഇതാണ് നമ്മൾ പഠിച്ച. പ്രിസ്ക്രിപ്ഷന്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പൽ, ഇറ്റ്സ് ആൻ അബ്രിവിയേഷൻ ഫോം. അതൊരു സിമ്പലോ ഒരു അബ്രിവിയേഷൻ ഫോമോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് സിമ്പൽ ആണ്. അപ്പൊ അത് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം അത് ആ താഴെ പറയുന്ന മെഡിസിൻസ് എല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കും എന്നും കൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് ലാറ്റിൻ വേർഡ്. അങ്ങനെ എന്താ പറയാ, ടു ടേക്ക് എന്ന് പറയുന്ന മീനിങ് ഉള്ള റെസിപ്പ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഫോം ചെയ്തെടുത്തതാണ് ഈ പറയുന്ന RX എന്ന് പറയുന്ന സിമ്പൽ. ഓക്കെ, അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അവിടെ വരെയൊക്കെ വായിച്ചു നോക്കിയോ? നന്നായി മനസ്സിലായില്ലേ എല്ലാവർക്കും? നമ്മള് ഈ ചാപ്റ്റർ, ഈ ഡ്രഗ്സ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് വേഗം എന്തെങ്കിലും ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡൊക്കെ കുറച്ചൊക്കെയാണ്. പരമാവധി എന്റെ സ്പീഡൊന്നും അല്ല, ചെത്തി വിട്ട പോലെയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ പോകും. അത് ചില ഇങ്ങനെ കുറെ എന്താ പറയാ, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പോലത്തെ അതിന്റെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ആയതുകൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ വിട്ടുപോകാം. പിടിച്ചൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ എടുത്തത് അതിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് ആണ് കേട്ടോ. സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് അതായത് കുറച്ച് എന്താ പറയാ, ചില ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഡ്രഗ്സ് ഉണ്ട്. ഇറ്റ് കനോട്ട് ബി പർച്ചേസ്ഡ് ഓവർ എനി കൗണ്ടർ. നമുക്ക് ഏതെങ്കിലും ഒരു കൗണ്ടറിൽ നിന്ന് പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ പോയിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ കൗണ്ടറിൽ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ഷോപ്സിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കാൻ പറ്റാത്ത അങ്ങനെ കുറെ ലിസ്റ്റിൽ എടുത്തിരിക്കുന്ന ഡ്രഗ്സ്, അതിനെയാണ് നമ്മൾ സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ്ങും ഇതിന്റെ സെയിൽസും ഒക്കെ വിൽ ബി കവേർഡ് അണ്ടർ ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആൻഡ് റൂൾസ്. അതായത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഒരു നിയമം അല്ലെങ്കിൽ ഒരു നയം, ആ ഒരു നിയമത്തിന്റെ കീഴില് കവർ ചെയ്തിരിക്കുന്ന കുറച്ച് പർട്ടിക്കുലർ ഡ്രഗ്സ് ഉണ്ട്. അത് മാനുഫാക്ചർ ചെയ്യുന്നതിനും
സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. എന്താണ് സ്കെഡ്യൂൾഡ് ഡ്രഗ്സിന്റെ പ്രത്യേകത? It cannot be purchased over a counter without any prescription of a qualified doctor. Qualified doctor prescription ഇല്ലാതെ ഏതെങ്കിലും കൗണ്ടറുകളിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഡ്രഗ്സിനെയാണ് സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. ആൻഡ് ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഇതിനെ കുറിച്ച് ഇതിന്റെ മാനുഫാക്ചറിങ്ങും ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ നിയമങ്ങളൊക്കെ ഉണ്ടാകും. അതും പിന്നെ അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ആക്ടില് പ്രതിപാദിച്ചിട്ടുണ്ടാകും. മനസ്സിലായോ? ക്ലിയർ ആയോ? കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യും. Next one is given a definition of drug or a medicine. ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്താണെന്ന് ഒരു എന്താ പറയാ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. അതായത് എന്താ പറയാ ഡെഫിനിഷൻ ഒക്കെ നമുക്ക് ആ വള്ളിനുള്ളിലൊക്കെ അതല്ലെങ്കിൽ ആ ഡെഫിനിഷന്റെ സാധനം തന്നെ അങ്ങനെ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനൊന്നുമില്ല, എന്നാലും എഴുതി തന്നിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ് നോക്കാം. എ ഡ്രഗ്, മെഡിസിൻ ഓർ അതർ സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് ഇൻ എനി ഡയറക്ഷൻസ് given by Secretary of State under Section 28U of the Act as being a drug. ഡ്രഗ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കണം. അതായത് ചില ഡിറക്ഷൻസ് which is given by the Secretary of State. സ്റ്റേറ്റിന്റെ സെക്രട്ടറി നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ. അപ്പൊ ഏതെങ്കിലും ഒരു മെഡിസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ഡ്രഗിനെ കുറിച്ചോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കുറിച്ചൊക്കെ സ്പെസിഫൈ ചെയ്ത് കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതില്? അണ്ടർ സെക്ഷൻ 28U. അതൊക്കെ ഒരു ക്ലോസ് ആണ് കേട്ടോ. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആക്ട് പറഞ്ഞില്ലേ, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പറഞ്ഞോ. ആ ആക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ സെക്ഷൻസ് ഉണ്ടായിരിക്കും, കുറെ ക്ലോസ് ഉണ്ടായിരിക്കും, കുറെ സബ്സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതാണ് നിയമങ്ങളൊക്കെ. അങ്ങനെയാണ് ഒരു നിയമം എന്ന് പറയുമ്പോൾ ആ നിയമത്തിന് ഇപ്പൊ ഒരു നിയമം അത് പ്രാബല്യത്തിൽ വരുന്നു കഴിയുമ്പോൾ ആ നിയമത്തിനകത്ത് ഒരുപാട് സെക്ഷൻസിൽ പല പല കാര്യങ്ങളും എന്താ പറയാ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ ലോ ഒക്കെ പഠിക്കില്ലേ നമ്മള്? ഇപ്പൊ എന്താ പറയുക, നമ്മുടെ കൊമേഴ്സ് എടുത്തിരിക്കുന്നവർക്ക് കുറെ ലോസ് ഒക്കെ പഠിക്കാൻ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സബ്ജക്ട് ഒക്കെ ഉണ്ട്. കുറെ ബിസിനസ് ലോസ് അല്ലെ, അതുപോലെ ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിനെ കുറിച്ച് GST ഒക്കെ അങ്ങനത്തെ. അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട ക്ലോസസ് അല്ലെ, ടാക്സ് പേയബിൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പൊ അതൊക്കെ ആക്ടുകളിൽ ഓരോ ആക്ടുകൾ കൊണ്ടുവരുമ്പോൾ ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം അതിനകത്ത് കാര്യങ്ങൾ ഫോളോ ചെയ്യട്ടെ. അതിന്റെ പല നിയമങ്ങളും അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ഡ്രഗ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താ പറയാ സെക്ഷൻ 28 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് സെക്രട്ടറീസ് കുറെ നിർദ്ദേശങ്ങൾ ആ ഒരു മെഡിസിനെ കുറിച്ചോ ആ സബ്സ്റ്റൻസിനെ കുറിച്ചോ അത്തരം മെഡിസിൻസിനെ കുറിച്ചോ ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആകണമെങ്കിൽ മെഡിസിൻ ഓർ സബ്സ്റ്റൻസ് വിച്ച് മേ നോട്ട് ബി ഓർഡർഡ് ഫോർ പേഷ്യൻസ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് അണ്ടർ ദ കോൺട്രാക്ട് ഓർ except where the conditions in clause 291 are satisfied. അതായത് കുറെ കാര്യങ്ങള് ഈ പറയുന്ന എന്താ പറയാ ക്ലോസില് 291 എന്ന് പറയുന്ന ഒരു ക്ലോസ് ഒക്കെ അവിടെ ഇഷ്ടംപോലെ നോക്കിയാൽ നമുക്ക് ചിലപ്പോ കാണാൻ സാധിക്കും. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും, പേഷ്യൻസിന് എന്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അതിനെ സംബന്ധിക്കുന്ന പല പ്രൊവിഷൻസും പല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താ പറയാ ഒരു മെഡിക്കൽ സർവീസ് കോൺട്രാക്ടിനകത്ത്, അതായത് അവരുടെ ആ ഒരു കരാറിനകത്ത് ഇന്ന പേഷ്യൻസിന് ഇന്ന മരുന്നുകൾ കൊടുക്കാൻ പറ്റും, ഇന്ന രോഗങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്ടില് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മെഡിസിൻ അല്ലെങ്കിൽ ഡ്രഗ് എന്ന് പറയുന്നത്. ഡ്രഗ്സിനെ കുറിച്ച് എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. ചില ഡ്രഗ്സ് ഒക്കെ കുറെ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി മാറും. എന്ന് വെച്ചാൽ എന്താ ഔട്ട്ഡേറ്റഡ് ആകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നിലവിൽ ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിയിലേക്ക് പോകുന്ന മെഡിസിൻസ് ഉണ്ട്. That means which have to be outplaced, മാറ്റേണ്ട. അതായത് നമ്മുടെ ഈ എന്താ പറയാ മാർക്കറ്റിംഗിൽ നിന്നോ അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നോ ഹോസ്പിറ്റൽസിലെ ഫാർമസിയിൽ നിന്നോ ഒക്കെ നമുക്ക് എടുത്തു കളയേണ്ടതായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അത് ഇനി അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനത്തെ കാലഘട്ടം കഴിഞ്ഞു. ഇനി അതിന് വേണ്ടിയിട്ട് ചിലപ്പോ അത്
മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാം പേഷ്യൻസിന് വേണ്ടിയിട്ട്. വേണ്ടാത്തത് ഏതാണ്, വേണ്ടത് ഏതാണ്, അങ്ങനെ കുറെ ആ കോൺട്രാക്റ്റിൽ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഈ ക്ലോസസിലേക്ക് കിടക്കുന്നത് 291 ക്ലോസില് സെക്ഷൻ 2080 ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്, ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മെഡിസിനൽ ഡ്രഗ് എന്ന് പറയാം. അപ്പൊ ഈ സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് ക്യാൻ ബി ഓൺലി ഓർഡേർഡ് ഫോർ സ്പെസിഫൈഡ്. ഈ സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞല്ലോ നേരത്തെ. ഏതെങ്കിലും ഒരു കൗണ്ടറിൽ നിന്ന് പോയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഇതിന്റെ മെഡിസിൻ വേണമെന്നൊന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും മേടിക്കാൻ പറ്റില്ല. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു കടലാസ് മുന്നിനകത്ത് മെഡിസിന്റെ പേര് ആരോടെങ്കിലും ചോദിച്ചെഴുതി വായിച്ചിട്ട് കടലിൽ പൊടിച്ചെന്നാൽ ഇത്തരം ഡ്രഗ്സ് കിട്ടില്ല. കാരണം അതില് ഏത് ഡോക്ടർ സ്പെസിഫൈ ചെയ്തോ ഡോക്ടറിന്റെ ലെറ്റർ പാഡ് സീല് വിത്ത് സീൽ ഡോക്ടർ തന്നെ എഴുതി പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ചെന്നാലേ അത്തരം മെഡിസിൻസ് കിട്ടുള്ളൂ. അപ്പൊ അത്തരം മെഡിസിൻസ് വിൽ ബി ഗിവൺ ടു സ്പെസിഫൈഡ് പേഷ്യൻസ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ്. സ്പെഷ്യൽ പർപ്പസിന് എന്ന് വെച്ചാൽ അത് പ്രത്യേക തരം മരുന്നുകളാണ്. ആ പ്രത്യേകതകളുള്ള രോഗികൾക്ക് മാത്രമേ ഡ്രഗ്സ് കൊടുക്കും. മറ്റു ഡ്രഗ്സുകളൊക്കെ എന്താ പറയാ അതിന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെതായ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും, ഡ്രഗ്സിൽ വരും പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതും ഡ്രഗ്സ് ആണ്. പക്ഷെ ആ ഡ്രഗ്സിന് പല രീതിയിലുണ്ട്. ചിലതൊക്കെ സ്കെഡ്യൂൾഡ് ഡ്രഗ്സ് ആണ്, which cannot be purchased from a counter. കൗണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തതാണ് without the prescription of the qualified doctor. ക്ലിയർ ആയോ? ഡ്രഗിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അതവിടെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഒന്നും പഠിക്കാനില്ല. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നാണ് കൂടുതൽ പഠിക്കാനുള്ളത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു നോക്കിയിട്ട് ഡ്രഗിന്റെ ഡെഫിനിഷൻ. നമുക്ക് ഡെഫിനിഷൻ ഒന്നും എഴുതാനായിട്ട് ഉണ്ടാവില്ല. അറിയാലോ നമ്മുടെ ക്വസ്റ്റ്യൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് അങ്ങനെയാണ്. അയ്യോ, അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ എക്സാമിനെ കുറിച്ച് നിങ്ങളാണോ എന്നോട് ചോദിച്ചത്? ചോദിച്ചത് എക്സാമിന്റെ കാര്യം ചോദിച്ചോ നിങ്ങൾ എന്നോട്? ഇപ്പൊ എക്സാമിൽ അങ്ങനെയാണെന്ന് പറയപ്പെടാൻ പെട്ടെന്ന് ഓർക്കുന്നത്. ചോദിച്ചോ? ചോദിച്ചതിന് ഞാൻ എന്തോ മറുപടി പറഞ്ഞത് ഇവിടെയാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ചോദിച്ചില്ല? എങ്കിക്കോട്ടെ. എക്സാമിന്റെ മൊഡ്യൂൾ എക്സാമിന്റെ കാര്യം ചോദിച്ചു. അതെ അതെ, അപ്പൊ ഇവിടെ തന്നെയാണ് അല്ലെ. ഇതിന് മൊഡ്യൂൾ എക്സാം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചിരുന്നു അല്ലെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇതെന്നാണ് പറഞ്ഞത്. ആണോ? എക്സാം എടുത്തെന്നാണോ പറഞ്ഞേ? ഇല്ല എന്നാണ് പറഞ്ഞേ അല്ലെ? പറഞ്ഞത് ഓക്കെ. ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് അവരോട് പിള്ളേരോട് മൊഡ്യൂൾ എക്സാം ഉണ്ടെന്നാണോ പറഞ്ഞത് എനിക്കൊരു ഡൗട്ട് ആയിപ്പോയി. നമുക്ക് ഓൾറെഡി HAയുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം മോഡലൊക്കെ നടത്തിയിരുന്നു. കാരണം മൊഡ്യൂൾ എക്സാം ആയിട്ട് നടത്തി. കാരണം അത് അന്നേരം നിങ്ങൾ ഫസ്റ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല അതെങ്ങനെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് അതിന് മോഡൽ എക്സാംസ് ആയിട്ട് വന്നത്. ഇത് നേരിട്ട് നമ്മുടെ എക്സാം ആണ്. ഞാൻ അതിപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നു തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചേ. യെസ് ഓക്കെ. അതെ അതെ, ഫൈനൽ എക്സാം ആണുള്ളത്. യെസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സ്കെഡ്യൂൾഡ് ഡ്രഗ്സ്, കുറെ സ്കെഡ്യൂൾഡ് ഡ്രഗ്സുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങനെയുള്ള കുറെ ഡ്രഗ്സ് ഒക്കെ പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ ഈ ആക്ടില് നമ്മുടെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത് ഒരുപാട് ഡ്രഗ്സിനെ കുറിച്ചും ഡ്രഗ്സ് അല്ലാത്ത കുറെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കുറെ എന്താ പറയാ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന കുറെ ഡ്രഗ്സിന്റെ പേരുകളൊക്കെയാണ് പഠിക്കാനുള്ളത്. നോക്കാം എന്താണ്. So the act, നമ്മുടെ പറഞ്ഞ ആക്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അല്ലെങ്കിൽ റൂള്, which came into existence in 1945. 1945 ബിഫോർ ഇൻഡിപെൻഡൻസ് ഒക്കെ നമുക്ക് ഈ ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. So there are some provisions regarding the classification of drugs. ഈ പറയുന്ന ആക്ട് പ്രകാരം അല്ലെങ്കിൽ റൂൾ പ്രകാരം 1945 റൂൾ പ്രകാരം ഡ്രഗ്സിനെ പല രീതിയിൽ അത് സ്കെഡ്യൂൾ ചെയ്ത് പല എന്താ പറയാ ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. And also there are some special guidelines to be followed for the storage, its sale, its display, and also prescription. അതായത് നമ്മളുടെ ഓരോ മരുന്നുകൾ ഡ്രഗ്സ് ഒക്കെ ഓരോ സ്കെഡ്യൂളിൽപ്പെട്ട മരുന്നുകളൊക്കെ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആളുകൾക്ക്
കാണുന്ന രീതിയിൽ അതിനകത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, പിന്നെ അതിന്റെ പ്രിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ച് കുറെ ഗൈഡ് ലൈൻസും ഒക്കെ നമ്മളുടെ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂളിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ സ്കെഡ്യൂൾസ് മാത്രമല്ല, സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പല കാര്യങ്ങളും അതിന്റെ ഇൻഫോർമേഷൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അതിന്റെ ചെറിയ വിവരണങ്ങളൊക്കെ ഈ പറയുന്ന സ്കെഡ്യൂൾഡ് ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945 ഉണ്ട് എന്നാ പറയാം. ഇതിനകത്ത് റൂൾ 67 ഇതിനകത്ത് 67ാമത്തെ റൂളാണ് കണ്ടീഷൻസ് ഓഫ് ലൈസൻസ്, അതായത് ഇതിന്റെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ റൂൾ 97 കണ്ടെയ്ൻസ് ദ ലേബലിംഗ്, അതിന്റെ ലേബലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ലേബലൊക്കെ പൊട്ടിക്കുമല്ലോ മുകളില്, എന്താ പറയാ നമ്മുടെ ഡ്രഗിന്റെ മുകളില് കണ്ടെയ്നറിന്റെ മുകളില് ചിലപ്പോ പാക്കഡ് ആയിട്ടുള്ള പാക്കറ്റിന്റെ മുകളിലും, അതുപോലെ തന്നെ നമ്മുടെ ട്യൂബ് നമ്മൾ കണ്ടിട്ടില്ലേ ട്യൂബ് ഐറ്റംസ് ആയിട്ടുള്ള മരുന്നുകള്, അപ്പൊ അതിന്റെ മുകളിലും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ടാബ്ലറ്റ്സ് ആണെങ്കിൽ അതിന്റെ പുറത്തും നമ്മൾ ഇതൊക്കെ ചിലരൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കും, ഇതിനകത്തെ കണ്ടന്റുകൾ എന്താണ്, എന്തൊക്കെ കണ്ടന്റുള്ള മെഡിസിൻസ് ആണ്. അറിയുന്നവരൊക്കെ അതൊക്കെ കുറിച്ചും വായിച്ചൊക്കെ നോക്കി എക്സ്പയറി ഡേറ്റും അതിന്റെ സെയിലും മാനുഫാക്ചറിംഗും ഒക്കെ നടന്ന ഡേറ്റും അല്ലെ, അപ്പൊ നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് ചിലരൊക്കെ വാങ്ങിക്കുക. ചിലരൊക്കെ അങ്ങനെ അറിയാവുന്ന വായിച്ച് നോക്കൊന്നുമില്ല, നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കും അല്ലെ. എക്സ്പയറി ഡേറ്റ് മാത്രം നോക്കും. അതും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മള് ഹോസ്പിറ്റൽസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സാധാരണ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഓക്കെ, വട്ടവർ ബേബി. അപ്പൊ കുറെ കാര്യങ്ങൾ ഈ റൂൾസിനകത്ത് കുറെ കാര്യങ്ങൾ പ്രതിപാദിച്ചതാണ്. അല്ലാതെ ഈ ഡ്രഗ്സിന്റെ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഇവിടെ ഓരോ സ്കെഡ്യൂൾ പഠിക്കാനുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഡ്രഗ്സിന്റെ അതിന്റെ എന്താ പറയാ ഉപയോഗവും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ നേച്ചറൊക്കെ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സ്കെഡ്യൂൾസ്. അപ്പൊ സ്കെഡ്യൂൾസിൽ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, മോർ ദാൻ ദാറ്റ് അതിനേക്കാൾ ഒരുപാട് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ചുരുങ്ങിയ നമുക്ക് ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനാണ്. വി ഹാവ് ടു കൺട്രോൾ സ്കെഡ്യൂൾ ആൻഡ് മാനേജ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്ന് അറിയണം. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിന്റെ ഫാർമസി പോലെയുള്ള ഫാർമസിയിൽ വെച്ചിരിക്കുന്ന ഡ്രഗ്സ് മരുന്നുകളെ കുറിച്ചിട്ടും കുറച്ച് ഐഡിയ ഒക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ആവാം, വേണം അല്ലെ. കാര്യം നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പോവുക? നമ്മൾ എന്താ പറയാ ഒരു ഹോസ്പിറ്റലിനെ ഗോളാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ വി ഹാവ് ടു നോ, ഒരു ലെമൻസ് നോളജ് അല്ലെ, ഒരു സാധാരണക്കാരൻ്റെതായ ഒരു അറിവ് വേണമെന്ന് നമ്മൾ ഈ ചാപ്റ്റർ ക്വസ്റ്റ്യനെ പറഞ്ഞു. ഒരു സാധാരണക്കാരൻ്റെതായെങ്കിലും ഒരറിവ്, അല്ലാതെ തീരെ അറിവില്ലാത്ത കാര്യങ്ങൾ അല്ല. ഇപ്പൊ ഈ മരുന്ന് എന്തിനു ഉപയോഗിക്കുന്നു അല്ലെ, ഇത് ഏത് രോഗിക്കാ കൊടുത്തിട്ട് ഇതൊന്നും നമ്മൾ അറിയില്ല. പക്ഷെ ഇന്ന മരുന്നുകൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഈ ഇന്ന മരുന്നുകൾ ആ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഇന്ന പർപ്പസ് ആണ് അല്ലെ. ഇറ്റ് cannot be purchased from the counter without the prescription of qualified doctor. അതാണ് സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഡ്രഗ്സ്. കണ്ടോ, ആ ഒരു ജസ്റ്റ് എന്താ പറയാ അറിവെങ്കിലും നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മരുന്നുകളൊക്കെ എന്തിനൊക്കെ ചില മരുന്നുകളുടെ പേരൊക്കെ പറയും, വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മരുന്നുകളൊക്കെ ഉണ്ടാകും. ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ, ഇന്ന മരുന്നുകളാണ് ഇതിന്റെ സ്കെഡ്യൂൾസ് വരുന്നത്. അതിന്റെ ജസ്റ്റ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻഫോം ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ എന്ന് പറയുന്ന ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. The Drugs and Cosmetic Rule 1945 has provisions for classification of drugs under given schedules and their guidelines for the storage, sale, display, and the prescription of each schedule. Okay, so let's move to the schedules. So നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സ്കെഡ്യൂൾസ് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ കേട്ടോ. നോട്ടബിൾ സ്കെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്കെഡ്യൂൾസ് ആണ് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പൊ എന്തൊക്കെ നോക്കാം. ഒന്നാമത്തേത് സ്കെഡ്യൂൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയാ, ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഹോർമോണൽ പ്രിപ്പറേഷൻസ്, ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കാനോ പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ആണ് സ്കെഡ്യൂൾ ജി വരുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്കെഡ്യൂൾ ജി എന്ന് പറയുന്ന ഡ്രഗ്സിനകത്ത് അതിന്റെ ലേബലിംഗ്, ആ ലേബലില് മസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡിസ്പ്ലേ, അതിൽ എന്തായാലും തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത് കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് അവര് ഇറ്റാലിക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാണണ്ടോ? Caution, it is dangerous to take this preparation except under medical supervision.
മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ ഈ പറയുന്ന മരുന്ന് എടുക്കുന്നത്, ഉപയോഗിക്കുന്നത്, കഴിക്കുന്നത് എന്ത് ചെയ്യാതെ ഡേഞ്ചറസ് ആണ്, അപകടമാണ് എന്നുള്ളത് വളരെ പ്രിക്കോഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഷൻ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. അതെന്തിനാ? അതുപോലെ മരുന്നുകൾ ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ കോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ കോഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പറയും. ഉണ്ട്. ചില മെഡിസിൻസിലെ കോഷൻ എന്ന് പറഞ്ഞിട്ടേ കീപ് അവേ ഫ്രം ചിൽഡ്രൻ, കുട്ടികളിൽ നിന്ന് അകത്തി വെക്കുന്നു. പക്ഷെ കുട്ടികളുടെ കയ്യകലത്തിലൊക്കെ എത്താത്ത രീതിയിൽ വെക്കുന്നു. ഈ കൊച്ചുകുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും താഴെ കിടക്കുന്നതോ മനോഹരമായ ഉരുണ്ടതോ ചതുരത്തിലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രത്യേകത എന്താ? അവരുടെ വേഗം കൊടുത്ത് വൈ വെക്കും അല്ലെ. കുഞ്ഞു പിള്ളേരെ ഇഴഞ്ഞു നടക്കുന്ന പിള്ളേർക്ക് അവർക്കറിയില്ലല്ലോ ഇത് ഇങ്ങനെ വായിക്കും കൊണ്ടുപോകണം. അവർക്ക് എന്ത് കിട്ടിയാലും വായി കൊണ്ടുപോകും. അതാണ് ഒന്നുമില്ലെങ്കിൽ അവരുടെ വിരലെന്തെങ്കിലും കൊണ്ടുപോകും, നമുക്കറിയാതെ. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് കുട്ടികളുടെ അടുത്ത് അവരുടെ കയ്യെത്തുന്നിടത്തോ അവരുടെ എഴുതി ചെല്ലിന്റെ അടുത്ത് എടുക്കുന്ന സ്ഥലത്തൊന്നും നമ്മള് വെക്കാൻ പാടില്ല. ഒത്തിരി അകലേക്ക് വെക്കണം. കാരണം ഭയങ്കര ഡേഞ്ചറസ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ. ഈവൻ എന്താ പറയാ, നമ്മുടെ പാരാസെറ്റമോളൊക്കെ നമുക്കറിയാം, ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മളത് കഴിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പയ്യോ തലവേദനയൊക്കെ മാറണമെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് കണ്ടന്റ് ആയിട്ട് വേണമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഒരു അസുഖമൊന്നുമില്ലാതെ ഇതുപോലെയൊക്കെ എടുത്ത് കുട്ടികളൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. സോ അതൊക്കെ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഇവിടെ അതൊക്കെ മെഡിസിന്റെ വേറെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയാ, സ്കെഡ്യൂൾ ജി എന്ന് പറയുന്ന ഡ്രഗ്സില് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ലേബലിംഗിൽ എഴുതേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ആണ് portion. It is dangerous to take this preparation except under medical supervision. Medical supervision ഇല്ലാതെ അതൊഴികെ ആരും തന്നെ ഇത്തരം മെഡിസിൻസ് ഉപയോഗിക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കാരണം ഇത് ഡേഞ്ചറസ് ആണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും സ്കെഡ്യൂൾ ജി ഡ്രഗ്സിൽ. മനസ്സിലായോ? മനസ്സിലായപ്പോ സ്കെഡ്യൂൾ ജി എന്ത് പ്രിപ്പറേഷൻസ് ആണ്? ഹോർമോണൽ പ്രിപ്പറേഷൻസിൽ വരുന്നതാണ്. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റോലാക്ടോൺ, അതെ അതിന്റെ ഒരു സ്പെല്ലിംഗ് ഐ തിങ്ക് TEST ഒരു O പോയിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റോലാക്ടോൺ, ഹൈഡ്രോക്സിയൂരിയ. ആ ടെസ്റ്റോലാക്ടോണിന്റെ ആ ഒരു ഓട് ചേർക്കാമോ? നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്ന് പോയതാണോ എന്ന് എനിക്കറിയില്ല. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ആ കിടക്കുന്നത്. ഐ തിങ്ക് O is മിസ്സിംഗ്. ഇവിടെ ഒരു O എന്ന് പറയുന്നത് ലെറ്റർ മിസ്സിംഗ് ആണോ നോക്കിയേ? ഇല്ലല്ലോ. അപ്പൊ O അവിടെ ചേർക്കുക. ഇവിടെ ആരെങ്കിലും നമുക്കറിയാം എന്താ പറയാ, നമുക്ക് ചോദിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആരെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ടോ? ഇപ്പോൾ ഇരിക്കുന്നവരില് ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫാർമസിയിലോ യെസ് ടെസ്റ്റോലാക്ടോണോ ലാക്ടോനേന്നോ ഒക്കെ ചില ആളുകൾ പ്രനൗൺസ് ചെയ്യും. നമ്മള് പ്രനൗൺസിയേഷന്റെ രീതിയിൽ ചില രണ്ട് രീതിയുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ചില പ്രൊനൗൺസിയേഷനിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. നമ്മളൊന്ന് പ്രൊനൗൺസിയേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ യൂഷ്വലി ഫോളോസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമാറ്റിലുള്ള പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. ചിലപ്പോൾ വേറെ രീതിയിലും എന്താ പറയാ പ്രൊനൗൺസ് ചെയ്യുമായിരിക്കും. ടെസ്റ്റോലാക്ടോൺ, ഹൈഡ്രോക്സിയൂരിയ, കാർബെറ്റമൈഡ് ആൻഡ് ട്രൈബേഡോൺ അല്ലെ. ട്രൈബിഡോൺ എന്ന് പറയുന്ന ഈ മെഡിസിൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കെഡ്യൂൾ ജിയിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ട്രൈബിഡോൺ, കാർബെറ്റമൈഡ്, ഹൈഡ്രോക്സിയൂരിയ ആൻഡ് ടെസ്റ്റോലാക്ടോൺ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സ്കെഡ്യൂൾ ജി ഡ്രഗ്സ്. ക്ലിയർ ആയോ? ചിലപ്പോ അങ്ങനെ അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിൽ വരാം. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഞാൻ പറയാം. സ്കെഡ്യൂൾ ജി, മോസ്റ്റ് ഓഫ് ദീസ് ഡ്രഗ്സ് ആർ ഹോർമോണൽ പ്രിപ്പറേഷൻസ്. സ്കെഡ്യൂൾ ജിയിൽ വരുന്ന മിക്കവാറും ഡ്രഗ്സ് ഒക്കെ ഹോർമോണൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എക്സാമ്പിൾസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചിലപ്പോ കുറച്ച് പേരുകള് മെഡിസിൻസിന്റെ പേര് തന്നിട്ടേ ഏത് സ്കെഡ്യൂളിൽ വരുന്നതാണെന്നോ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ജിയിൽ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് താഴെയുള്ളതിൽ ഏതാണെന്നോ ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് ഓക്കെ അല്ലേ? അടുത്തത് പോകാമല്ലോ. അടുത്തത് സ്കെഡ്യൂൾ എച്ച് ഡ്രഗ്സ് ആണ്.
യെസ്. അപ്പൊ അടുത്തത് സ്കെഡ്യൂൾ എച്ച് ഡ്രഗ്സ് ആണ്. ഇതില് ഈ ഡ്രഗ്സിന്റെ പ്രത്യേകത ഇഷ്യൂഡ് ലേബൽ, അതിൽ ആ ലേബലിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കേണ്ട രണ്ട് ടെക്സ്റ്റുകളാണ് RX ആൻഡ് സ്കെഡ്യൂൾ എച്ച് ഡ്രഗ് വാർണിംഗ് എന്ന് പറഞ്ഞിട്ട്. അതും എന്താ പറയാ ലേബലിലും ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? RX ആൻഡ് സ്കെഡ്യൂൾ എച്ച് ഡ്രഗ് വാർണിംഗ്. അത് ലേബലിൽ ഉണ്ടാകേണ്ടതായതുകൊണ്ടാണ് ഇൻവെർട്ടർ കോമയിലും നമുക്ക് എന്താ പറയാ ഇറ്റാലിക്സിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. And also not to be sold by retail without the prescription of a registered medical practitioner. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കാര്യം കൂടി അതിനകത്ത് നോട്ടിഫൈ ചെയ്തിരിക്കും. ഇത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ നിർദ്ദേശപ്രകാരം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ റീറ്റെയിൽ ആയിട്ട് സെൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതും അതിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം ആ ലേബലിൽ. അപ്പൊ RX എന്നും സ്കെഡ്യൂൾ ഡ്രഗ് വാർണിംഗ് എന്നും പറഞ്ഞിട്ട് എന്ത് കൊടുക്കണം? നോട്ട് ടു ബി സോൾഡ് ബൈ റീറ്റെയിൽ വിത്തൗട്ട്, ഇങ്ങനെ ചെറുകിടമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം? പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ സോൾവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. And അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ it cannot be sold without the prescription. And also എത്രത്തോളം എന്തോരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എത്ര എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റി, എത്ര എണ്ണം, ആ ക്വാണ്ടിറ്റി അളവ് എത്രയാണോ അത്രയും മാത്രം, അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത്രയും തന്നെ വിൽക്കാനായിട്ട് പാടുള്ളൂ എന്നതാണ്. And also ആ പ്രിസ്ക്രിപ്ഷനിൽ the date and time should also be noted. അതിന്റെ സമയവും അത് എന്ന് വിറ്റു അല്ലെങ്കിൽ എന്നാണ് അത് ആൾക്ക് സെയിൽ ചെയ്യുന്നത്, ഏത് സമയത്താണ്, ഏത് ഡേറ്റിനാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇതൊക്കെ സ്കെഡ്യൂൾ എച്ച് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ചില പ്രൊവിഷൻസ് അണ്ടർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945. മനസ്സിലായോ? നമ്മുടെ സ്കെഡ്യൂൾ എച്ച് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. അതെന്തൊക്കെയാണ്? RX ആൻഡ് സ്കെഡ്യൂൾ എച്ച് ഡ്രഗ് വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് not to be sold by retail without the prescription of a registered medical practitioner എന്നത് പൂർണ്ണമായിട്ടും അതിനകത്ത് ലേബൽ ഉണ്ടായിരിക്കണം. ഇനി അത് എത്ര എമൗണ്ട് ആണ്, എത്ര ക്വാണ്ടിറ്റി ആണോ സെയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അതിനകത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. പ്രിസ്ക്രൈബ് ചെയ്ത ടൈമും ഡേറ്റും ഉണ്ട് എന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി വാങ്ങിക്കുമല്ലോ തീർച്ചയായിട്ടും. അത് ഇമ്പോർട്ടന്റ് ആണ്. അതെന്താ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെ വെച്ചിട്ടേ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും രോഗിക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത തോന്നുമ്പോൾ ചിലപ്പോൾ ഈ പ്രിസ്ക്രിപ്ഷൻ അന്നെക്കാണ്ട് പണ്ടെക്കാണ്ട് ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തതായിരിക്കും ഡോക്ടർ. അതേ പ്രിസ്ക്രിപ്ഷൻ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി ചിലപ്പോൾ വാങ്ങിക്കാം. ചിലപ്പോ ആ മെഡിസിൻ മാറിപ്പോയിട്ടുണ്ടാകാം, അല്ലെ? അതിന്റെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും നമുക്ക് 2-3 കൊല്ലം മുമ്പ് എന്തെങ്കിലും ഒരു അസുഖം വന്നു, നമ്മൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർക്ക് വന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ആ പ്രിസ്ക്രിപ്ഷൻ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോ അത് കൊണ്ടുപോയിട്ട് മരുന്ന് കഴിക്കാണ് പാടുണ്ടോ? അങ്ങനെ പാടില്ല. അതാണ് അത് എപ്പോഴെങ്കിലും എഴുതിയത് പ്രിസ്ക്രിപ്ഷൻ അതിനാണ് ആ ഡേറ്റ് ടൈമൊക്കെ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തെന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ആൻഡ് സം ഓഫ് ദ എക്സാമ്പിൾസ് ഈ സ്കെഡ്യൂൾ എച്ച് ഡ്രഗ്സിനകത്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ആൻഡ്രോജനിക്, അനാബോളിക്, ഈസ്ട്രോജനിക്, പിന്നെ എന്താ പ്രൊഗസ്റ്റേഷണൽ സബ്സ്റ്റൻസസ്, പിന്നെ അൽപ്രാസോലം പ്രൊനൗൺസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിന്, പിന്നെ ഐബുപ്രോഫെൻ, ബെസോപ്രസിൻ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ മെഡിസിൻസ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മളുടെ സ്കെഡ്യൂൾ എച്ചിൽ വരുന്നതാണ്. എന്താ പറയാ, നമ്മുടെ ഈ ഡ്രഗ്സിന്റെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സ്കെഡ്യൂൾ എച്ചിലും ജിയിലും ഒക്കെ ഒരേപോലത്തെ ഡ്രഗ്സ് അല്ല, അതായത് ഹോർമോണൽ പ്രിപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇത് മറ്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഫോർ എന്താ പറയാ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ക്യാൻസർ ഒക്കെ പോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോ ഇതിന്റെ മരുന്നുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ചില മരുന്നുകളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഏതെങ്കിലും മരുന്നുകൾ കൃത്യമായിട്ട് ചില സീരിയസ് ആയിട്ടുള്ള ചില രോഗങ്ങളെ ഒറ്റ മരുന്നുകൊണ്ട് മാത്രമൊന്നും നമുക്ക് ഭേദമാക്കാൻ പറ്റില്ല, അല്ലെ? ചിലപ്പോൾ ഡോക്ടേഴ്സിന്റേതായിട്ടുള്ള ചില നിർദ്ദേശങ്ങള്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതും കൂടി നമ്മൾ അതിന്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോകണം. അപ്പോഴാണ് നമുക്ക് അതിനുള്ള ക്യൂർ അല്ലെങ്കിൽ പ്രിവെൻഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഈ ഒരു സെന്റൻസ് കേട്ടോ,
നോട്ട് ടു ബി സോൾഡ് അതെന്താണെന്ന് സ്കെഡ്യൂൾ ചെയ്യാൻ കാണിക്കുന്നുണ്ട് അണ്ടർലൈൻ ചെയ്തേക്കണം ഒരു സെന്റൻസ്. പിന്നെ എക്സാമ്പിൾസ് ആൻഡ്രോജനിക്, അനാബോളിക്, ഈസ്ട്രോജനിക് അണ്ടർലൈൻ ചെയ്യാം. Registrational substances, then alprazolam. Just ഒന്ന് വായിച്ചൊക്കെ നോക്കി പോകുക. സ്കെഡ്യൂൾ ചെയ്യലും സ്കെഡ്യൂൾ ചെയ്യലും മാത്രമേ കുറച്ച് ഇതിന്റെ മാത്രമേ മെഡിസിൻസിന്റെ പേര് എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളൂ, എല്ലാത്തിനും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഈ സ്കെഡ്യൂൾ എച്ചിനെ കുറിച്ചിട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. If schedule H comes under the Narcotics, Drugs and the Psychotropic Substance Act 1985, മറ്റൊരു ആക്ട് ആണ് നാർക്കോട്ടിക്സ്. ചിലപ്പോൾ ചില രോഗങ്ങൾക്ക് നമുക്കിങ്ങനെ അനസ്തേഷ്യ കൊടുക്കേണ്ടി വരില്ല. അനസ്തെറ്റിക് ആയിട്ടുള്ള ചില മെഡിസിൻസ് നമുക്ക് നമ്മളെ എന്താ പറയാ മയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. മെഡിസിൻസ് കൊടുക്കുന്ന അതിന്റെ പ്രൊവിഷൻസ് അടങ്ങുന്ന ആക്ട് ആയിരിക്കും നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ആണ്. ഇതിനകത്ത് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എച്ചിനകത്ത് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ടെക്സ്റ്റ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കണം NRX എന്ന് എഴുതിയിരിക്കണം. ആൻഡ് ഓൾസോ സ്കെഡ്യൂൾ H ഡ്രഗ് വാണിംഗ് എന്ന് പറഞ്ഞിട്ട് to be sold by retail on the prescription of a registered medical practitioner only. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അതൊന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നു മാത്രം. ഡ്രഗ്സിന്റെ ആക്ട് പ്രകാരവും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് NRX എന്നും എഴുതണം, മറ്റേതിൽ നമ്മൾ RX എന്നാണ് എഴുതിയത്, NRX എന്നും എഴുതണം. അപ്പൊ നോക്കി N മീൻസ് നോട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഇല്ലായെങ്കിൽ വെച്ചാൽ മെഡിക്കൽ പ്രാക്ടീഷണർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മെഡിസിനിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് സോൾവ് ചെയ്യാൻ പാടില്ല. അതാണ് NRX കേട്ടോ, മനസ്സിലായല്ലോ? അത് ലേബലിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ക്ലിയർ ആയോ? യെസ്, അത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അടുത്തത് ഏതാ? അടുത്ത സ്കെഡ്യൂൾ ആണ് സ്കെഡ്യൂൾ എക്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് മുകളിൽ പറഞ്ഞ സ്കെഡ്യൂൾ എച്ചിന്റേതായ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും റെഗുലേഷൻസും ഇവിടെ അപ്ലൈ ചെയ്യണം. ഈ ഒരു സ്കെഡ്യൂൾ സ്കെഡ്യൂൾ GH എക്സ് ആണ് പറയുന്നത്. എച്ചിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് റെഗുലേഷൻസ് പറഞ്ഞില്ലേ. All these should be applied in this schedule also. ഈ ഒരു സ്കെഡ്യൂളും അത് അപ്ലൈ ചെയ്യണം. ഇവിടെ എന്താ പറയാ, when the retailer, that means if the shopkeeper or medical shopkeeper, if they have sold some medicines through this ഈ പറയുന്ന സ്കെഡ്യൂൾ പ്രകാരമുള്ള ചില മെഡിസിൻസ് ഒക്കെ ഇതിന് സെയിൽ ചെയ്യുകയാണെങ്കിൽ, റിറ്റെയിലേഴ്സ് ചെറുകിട വ്യാപാരികളൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുമല്ലോ, അങ്ങനെയാണെങ്കിൽ they have to keep that copy of prescription. ആർക്കൊക്കെ കൊടുത്ത ആ പ്രിസ്ക്രിപ്ഷന്റെ ഒരു കോപ്പി ഒരു 2 വർഷത്തോളം സൂക്ഷിക്കുന്നതാണ്. ഇച്ചിരി ഡേഞ്ചറസ് ആണ്, കാരണം ഈ പറയുന്ന ഡ്രഗ്സ് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് വിൽക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് സെല്ലറും കീപ്പ് ചെയ്യും. മനസ്സിലായോ? ഡേഞ്ചറസ് മെഡിസിൻസ് കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെയാണ് കൊടുത്തത്. ചില മരുന്നുകളൊക്കെ ചില കടകളിലൊന്നും അങ്ങനെ കൊടുക്കില്ല, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. അല്ലെങ്കിൽ ആ ഡേറ്റ് ഒക്കെ നോക്കണം അവര്, ഇത് എന്ന് പ്രിസ്ക്രൈബ് ചെയ്തതാണ്, ലേറ്റസ്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന മരുന്നുകൾ പോയാൽ മതി, ആരെങ്കിലും കൊണ്ടുവരട്ടെ, അങ്ങനെ പാടില്ല. കാരണം എനിത്തിങ് ഹാപ്പൻസ്, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു പോകുമ്പോഴാണ്. സംഭവിച്ചില്ലെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം. അതേസമയം സംതിങ് ഹാപ്പൻ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ചിലപ്പോ ചോദ്യം ചെയ്യപ്പെടലിൽ എവിടെ വാങ്ങിച്ചു, ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മരുന്ന് വാങ്ങിച്ചത് എന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉത്തരം കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ഷോപ്കീപ്പർ ബാധ്യസ്ഥനാണ്. സോ ദേ ഹാവ് ടു കീപ് ദ കോപ്പി ഫോർ അറ്റ്ലീസ്റ്റ് 2 years, 2 വർഷത്തോളം എങ്കിലും ആ പ്രിസ്ക്രിപ്ഷൻ സൂക്ഷിക്കണം. ആൻഡ് ഓൾസോ ദീസ് ഡ്രഗ്സ്, ഇതേ ഡ്രഗ്സ് നിങ്ങൾക്ക് തോന്നിയ പോലെ നമ്മൾ സാധാരണ മരുന്നുകളൊക്കെ വെച്ചാൽ പോലെ എല്ലാ വാക്സിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ പോലെ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അണ്ടർ ലോക്ക് ആൻഡ് കീ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതിന് എന്താ പറയാ, കുറച്ച് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? സെക്കോബാക്ടർ ആൻഡ് ഗ്ലൂട്ടർതമൈഡ് കേട്ടോ, ഗ്ലൂട്ടർതമൈഡ് എന്ന് പറയുന്ന ആൻഡ് സെക്കോബാക്ടർ എന്ന് പറയുന്ന 2 മെഡിസിൻസ് ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡ്രഗ്സ് ഈ ഒരു സ്കെഡ്യൂളിൽ വരും. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ കൊടുത്തിരിക്കുന്നു.
ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ സ്കെഡ്യൂൾ എക്സിനകത്തെ നിങ്ങൾ ആ ഒരു ഫുൾ ഭാഗം നമ്മൾ ചെയ്തത് കേട്ടോ. എക്സാമ്പിളാണ് ഡോക്ടറിന്റെ കീഴിൽ സൂക്ഷിക്കണം ഉള്ള കാര്യങ്ങളും പിന്നെ റീറ്റെയിലർ പ്രിസ്ക്രിപ്ഷൻ 2 വർഷത്തോളം കീപ്പ് ചെയ്യണമെന്ന് പറയുന്നു. എച്ചിന്റേതായ എല്ലാ റെഗുലേഷൻസും അപ്ലൈ ചെയ്യും പറയുന്നു. ഈ 3 കാര്യം എക്സ് എന്ന് പറയുന്ന സ്കെഡ്യൂളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്കെഡ്യൂൾ എച്ചും എക്സും ഒന്ന് വായിച്ചു നോക്കാമോ വേഗം? വായിച്ചു നോക്കിയല്ലോ. Okay, അടുത്തത് സ്കെഡ്യൂൾ ജെ drugs ആണ്. Which contains a list of various diseases or conditions that cannot be treated under any drug currently in the market. അതായത് നമ്മുടെ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒക്കെ മരുന്നുകൾ ചില രോഗങ്ങളെ മാറ്റാനൊക്കെ പറഞ്ഞിട്ടേ, പക്ഷെ അങ്ങനെ ഒരു എന്താ പറയാ ഡ്രഗ് ഇല്ല. അതായത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന് some diseases or some conditions cannot be cured. ആ മരുന്നുകൾ കൊണ്ട് ഇന്ന രോഗങ്ങളെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ്സ് നമുക്കറിയാം, ഇന്നത് മാറ്റും, ഇന്ന രോഗം മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചില മരുന്നുകളൊക്കെ വിപണിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. സോ നമ്മുടെ സ്കെഡ്യൂൾ ജയിൽ പറയുന്നിരിക്കുന്നു ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന മരുന്നുകൾക്ക് എന്താ പറയാ ഡിസീസസിനും കണ്ടീഷൻസിനും മാർക്കറ്റില് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെയുള്ള മരുന്നുകൾ അതാണ് നമ്മുടെ സ്കെഡ്യൂൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ നിയമപരമായിട്ട് അത്തരം ഒരു ക്ലെയിമിങ് അവർക്ക് നടത്താൻ പറ്റില്ല. എന്താ പറയാ ട്രീറ്റ് സച്ച് ഡിസീസസ്, അത്തരം രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റില്ല. പക്ഷെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ന മരുന്ന് കഴിച്ചാൽ യു ക്യാൻ എന്താ പറയാ ക്യൂർ ദിസ് ഡിസീസ്, ഇന്ന രോഗം മാറ്റാം. ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞു ഉദാഹരണം, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ മാറ്റാനായിട്ട് ഇന്ന ഒരു പർട്ടിക്കുലർ മെഡിസിൻ അല്ലെ അത് ഇല്ല. എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിനെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ ഒരു മരുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന ലിസ്റ്റിൽ പെട്ടിരിക്കുന്നതാണ് ഏതിൽ സ്കെഡ്യൂൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോൾഡ്നെസ്, ഈ എന്താ പറയാ തലമുടി ഭാഗത്തൊക്കെ പോകുക, അങ്ങനെ ഇന്ന മരുന്ന് കഴിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഒബിസിറ്റി, ഭയങ്കര വെയിറ്റ് ഓവർ വെയിറ്റ് ഒക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഇന്ന മെഡിസിൻ, അങ്ങനെ ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ലീഗലി അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ ലീഗലി ടു ട്രീറ്റ് പർട്ടിക്കുലർ ഡിസീസ്, ഇത്തരം ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നിയമപരമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് അതുകൊണ്ടിരിക്കുന്ന ചില ലിസ്റ്റിൽ പറ്റിക്കുന്ന മരുന്നാണ് സ്കെഡ്യൂൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? സ്കെഡ്യൂൾ ചെയ്യില്ല ഫസ്റ്റ് സെന്റൻസ് അപ് ടു മാർക്കറ്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
മാർക്കറ്റിൽ നിന്ന് എഴുതുന്നത് വരെ. ഇനി അടുത്തത് കുറച്ച് എന്താ പറയാ ഡ്രഗ്സ് അല്ല, അതർ സ്കെഡ്യൂൾ ആൻഡ് സമ്മറി. മറ്റ് സ്കെഡ്യൂളുകളും കുറച്ച് എല്ലാ അക്ഷരവും വന്നിട്ടുണ്ട്. ആൽഫബറ്റ്സ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കെഡ്യൂൾ ആക്കി പെടുത്തി. അതായത് ഇത് മുഴുവനും നമ്മൾ നേരത്തെ പറഞ്ഞ ജിയും എച്ചും ജെയും എക്സും ഒക്കെ മരുന്നുകളായിരുന്നു. സ്കെഡ്യൂളിൽ ചില മരുന്നുകളുടെ ലിസ്റ്റുകളാണ്. ആ ലിസ്റ്റുകളിൽ വന്നിരിക്കുന്ന മരുന്നുകൾ ഫോളോ ചെയ്യേണ്ട അതിന്റെ ലേബലിങ്ങിലും മറ്റു കാര്യങ്ങളും സെയിലിലും മാനുഫാക്ചറിംഗിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രൊവിഷൻസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ 4 ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ജി എച്ച് എക്സ് ആൻഡ് ജെ ഈ 4 എണ്ണത്തിൽ കേട്ടോ. ആ 4 സ്കെഡ്യൂൾ സ്കെഡ്യൂളുകളൊക്കെയാണെന്ന് നമ്മൾ ബേസിക്സ് ആണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ. പക്ഷെ ഇനി പറയുന്ന സ്കെഡ്യൂളുകൾ എല്ലാം മരുന്നുകളുടെ എല്ലാം അത് കുറച്ച് മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അത് എന്താണ് അതിന്റെ സമയം പോലും നോക്കാം. അതെ സ്കെഡ്യൂൾ എ ആണ്. ഓക്കെ, contains various forms and formats of letter for applications of licensing. ഈ സ്കെഡ്യൂൾ എയിൽ എന്താ പറയുന്നത് ഈ മരുന്നുകളൊക്കെ ഉത്പാദിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അതിന്റെ ലൈസൻസിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് കുറെ ലെറ്ററുകളോ ഫോമൊക്കെ ഉണ്ടാവില്ലേ, ആ ഫോമുകൾ അതൊക്കെയാണ് ഈ ഒരു സ്കെഡ്യൂൾ വരാം. ഇപ്പൊ ഒരു എന്താ പറയാ മെഡിസിൻ ഉത്പാദിപ്പിക്കാനുള്ള ലൈസൻസ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഒരു ഷോപ്പോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലൈസൻസ് ഒക്കെ വേണ്ടി വരും അല്ലെ, അത് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെ, കച്ചവടം നടത്താനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ലൈസൻസിങ് വേണം. ആ ലൈസൻസിങ്ങിന്റെ ഫോമുകൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ്, അതിന്റെ ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ ഉണ്ടാവൂലേ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നത് സ്കെഡ്യൂൾ ചെയ്യുന്നത്. മനസ്സിലായ? മരുന്നല്ലാന്ന് ക്ലിയർ ആയോ പറഞ്ഞത്? മരുന്നല്ലാന്ന് കുറെ ആപ്ലിക്കേഷൻ ലെറ്റർ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇന്ന ഫോം, അപ്പൊ ആ ഫോമൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് സ്കെഡ്യൂൾ ചെയ്യുക. മനസ്സിലായല്ലോ? യെസ്. സ്കെഡ്യൂൾ ബി contains fee structure for government run labs. ഗവൺമെന്റിന്റെ കീഴിൽ റൺ ചെയ്യുന്ന ചില ലാബുകളല്ല ലബോറട്ടറി, അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന ഫീസ്. അതായത് ഓരോ ലാബിലും ഓരോരോ പർട്ടിക്കുലർ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ അത് ആ ടെസ്റ്റിനൊക്കെ നമ്മൾ എത്ര ഫീസാണ് ചാർജ് ചെയ്യും പേഷ്യൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബ്ലഡ് ടെസ്റ്റ്, കുറെ ടെസ്റ്റ് ഉണ്ടല്ലോ, ബ്ലഡ് തന്നെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂറിൻ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഓരോ ഫീസ് സ്ട്രക്ചർ ഉണ്ട്. വെറുതെ തോന്നിപ്പോലത്തെ കാശാണോ വാങ്ങിക്കണേ? അല്ലല്ലോ, എല്ലാവരും ഒരേ രീതിയിൽ ഏകദേശം ഒരു എന്താ പറയാ ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫീസ് ആയിരിക്കും മിക്കവാറും എല്ലാ ലാബുകളും. അപ്പൊ അതൊക്കെ ഒന്ന് ഏകീകരിച്ച രീതിയിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് ഉള്ള കാര്യങ്ങളുടെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സ്കെഡ്യൂൾ ബി. ഒന്നാമത്തേല് ഫോമുകള്, ലെറ്റർ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലെറ്റേഴ്സിന്റെ ഫോമാറ്റുകൾ ഇതൊക്കെ വരുന്നു. അത് എയിലാണ് സ്കെഡ്യൂൾ ബിയില് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ലാബുകൾക്ക് ഒരു ഫീ സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്കെഡ്യൂളാണ് ബി. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ. Schedule C ആണ് contains various biological products and their regulation. Biological product കുറെ ജൈവ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാകുമല്ലോ, അതിനെ കുറിച്ചിട്ട് കുറെ മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനോ കുറെ ജൈവമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉപയോഗിക്കും അല്ലെ, ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങളൊക്കെ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളൊക്കെയാണ് സ്കെഡ്യൂൾ സിയിൽ വരിക. ബയോളജിക്കൽ പ്രോഡക്റ്റ് അത് ഓരോന്നും എന്താണെന്ന് ഓർത്താൽ മതി. സ്കെഡ്യൂൾ എ ഫോംസ് ആൻഡ് ഫോർമാറ്റ്സ് ഓഫ് ആപ്ലിക്കേഷൻ ലെറ്റേഴ്സ്. സ്കെഡ്യൂൾ ബിയില് ഫീ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് റൺ ലാബ്സ്. സിയില് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആൻഡ് ദെയർ റെഗുലേഷൻ. അങ്ങനെ പഠിക്കുക കേട്ടോ. ഓരോന്നിനെ നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് കളിക്കുക. കാരണം ഇതിനകത്ത് സ്കെഡ്യൂൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെഡ്യൂൾ എന്തായാലും ജി തുടങ്ങിയുള്ള എല്ലാ സ്കെഡ്യൂളും താഴേക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു എന്താ പറയാ ഈസി ആയിട്ടുള്ള വേ നിങ്ങൾ എന്നൊന്ന് ചൂസ് ചെയ്യാം. ഓക്കെ. അതിന് സ്കെഡ്യൂൾ സിയിൽ വന്നിരിക്കുന്ന ബയോളജിക്കൽ പ്രോഡക്റ്റുകളുടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് സെറംസ്, അഡ്രിനാലിൻ, വിറ്റാമിൻസ്, എക്സെട്ര. എക്സാമ്പിൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സി എന്ന് പറയുന്ന സ്കെഡ്യൂൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ഡി ആണ്. ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ഓഫ് ഇമ്പോർട്ടന്റ് ഡ്രഗ്സ്. ഇമ്പോർട്ടന്റ് ഡ്രഗ്സ് ഇല്ലേ, ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഡ്രഗ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങൾ. അത് എന്താ പറയാ, അത് ചില ഡ്രഗ്സിനെ നിന്ന് എന്താ പറയാ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് അത്തരം ഡ്രഗ്സിന്റെ. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ഒക്കെ അടങ്ങുന്നതാണ് സ്കെഡ്യൂൾ ഡി എന്ന് പറയുന്നത്.
list of drugs accepted from the provision of import drugs. Import drugs ന്റെ provisions നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന drugs അതിന്റെ ഒരു ലിസ്റ്റ് അതാണ് schedule D യിൽ വരുന്നത്. ക്ലിയർ ആയോ? Exempted from imported drugs. Okay. അടുത്തത് schedule E ആണ്. Contains various poisons and the regulations of poison പോലെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് schedule E വരിക. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ. പോയിസണസ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊണ്ട് ഈ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്തോ വെക്കണേ എന്ന് നമ്മൾ വിചാരിക്കും. എന്നല്ലോ ആവശ്യമുണ്ട് അതൊക്കെ അല്ലെ? ലൈക്ക് മെർക്കുറി, പിന്നെ സ്നേക്ക് വെനം, അതിന്റേതായിട്ടുള്ള വിഷമൊക്കെ സ്നേക്ക് വെനം. അപ്പൊ അങ്ങനെയുള്ള പോയിസണസ് ആയിട്ടുള്ള ചില ഡ്രഗ്സും അതിന്റെ നിയമങ്ങളും അത് സ്കെഡ്യൂൾ ഇയിലാണ്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ സ്കെഡ്യൂൾസിൽ പെട്ട്. അപ്പൊ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സ്കെഡ്യൂൾ തരംതിരിച്ച് വെച്ചാൽ അത് വളരെ ഈസിയാണ്. ഹോസ്പിറ്റൽസിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും അതെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു. ഓരോ കുഞ്ഞു കുഞ്ഞു എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പഠിക്കാം. സ്കെഡ്യൂളി അങ്ങനെ അങ്ങനെ വായിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അടുത്തത് സ്കെഡ്യൂൾ എഫില് കുറച്ച് കാര്യങ്ങളുണ്ട്. എഫിനകത്ത് 3 സ്കെഡ്യൂൾസ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. സ്കെഡ്യൂൾ എഫില് 1, 2, 3 എന്ന് പറഞ്ഞ സബായിട്ട് കുറച്ച് കൂടി വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ റണ്ണിങ് എ ബ്ലഡ് ബാങ്ക്. ഒരു ബ്ലഡ് ബാങ്ക് റൺ ചെയ്യുന്നതിന്, ബ്ലഡ് ബാങ്ക് റൺ ചെയ്യുന്ന അതിനകത്ത് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് സ്കെഡ്യൂൾ എഫിൽ വരിക. അതിൽ F1 ദിസ് കണ്ടെയ്ൻസ് റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ വാക്സിൻസ്. വാക്സിൻസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് F1 വരിക. F2 contains regulations and standards for surgical dressing. സർജറി ഒക്കെ വന്നിട്ട് അതിന്റെ ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് F1 2 വരിക. F3 contains regulations and standards for umbilical tapes. അതായത് നമ്മളുടെ umbilical means നമ്മുടെ പൊക്കിൾ കൊടിയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം എന്താ പറയാ, അമ്മ ആകുന്ന സമയത്ത് കുട്ടിയും അമ്മയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് ഈ ഒരു ഇത് കട്ട് ചെയ്തിട്ടാണ് അല്ലെ, നമ്മുടെ umbilical tape കട്ട് ചെയ്തിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ബ്ലഡ് ഒക്കെ ഇഷ്ടംപോലെ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ് ആ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ് F3 വന്നിരിക്കുന്നത്. Contains regulations and standards of umbilical tapes. Umbilical means പൊക്കിൾ കൊടി, അതാണ് കൊടി. അങ്ങനെയല്ലേ പറയാ, നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയല്ലേ പറയാ? അപ്പൊ ടേപ്സ് മീൻസ് നാടാന്നാണ്. അതിങ്ങനെ നീണ്ടിരിക്കും അല്ലെ, കുട്ടിയും അമ്മയുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ബന്ധമാണത്. അവിടെ നിന്ന് കട്ട് ചെയ്താണ് അപ്പൊ കുഞ്ഞ് വേർതിരിക്കുന്നത്. യെസ്. ഓക്കെ. F3 വരുന്ന F3 ഒന്ന് വായിച്ചു നോക്കിയേ. ചോദിച്ചോ? F3 ഓക്കെ. അടുത്ത സെക്ഷൻ F.
ഓക്കെ, എഫിൽ തന്നെ വീണ്ടും ഒരു എഫ് വന്നിട്ടുണ്ട്. which contains the rules and regulations for ophthalmic ointment and solutions. ophthalmic എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതെ, അപ്പൊ അതിന്റെ ചിലപ്പോ കണ്ണിനകത്തൊക്കെ വെക്കുന്ന പുരട്ടുന്ന അല്ലെ ഓയിന്റ്മെന്റും അതിന്റെ സൊല്യൂഷൻസും മറ്റൊക്കെ കാര്യങ്ങളുമായിട്ട് അതിന്റെ നിയമങ്ങളൊക്കെയാണ് schedule F and F. Then schedule K contains various substances and drugs, their corresponding regulation. പല മറ്റു തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ അതിന്റെ ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റു സബ്സ്റ്റൻസോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലേഷൻസ് നിയമങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത രീതിയിലുള്ള ചില മരുന്നുകളാണ് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ schedule K. schedule M എന്ന് പറയുന്നത് contains various regulations for manufacturing, premises, waste disposal and equipment. കണ്ടോ, നമ്മുടെ ഹോസ്പിറ്റൽസിനകത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു വലിയ വലിയ മെഡിക്കൽ ഷോപ്സിലൊക്കെ ആണെങ്കിലും മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്, ആ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളുടെ ചുറ്റുപാട് പ്രെമിസസ് പറഞ്ഞാൽ നമ്മൾ എവിടെ വെച്ചിട്ടാണോ നമ്മുടെ മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഇത് മരുന്നാണ്, നല്ല ഹൈജീനിക് ആയിട്ടും പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സും അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ എന്തൊക്കെ, ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ എന്താ പറയാ റെഗുലേഷൻസും ഇതിൽ വരും. ഷെഡ്യൂൾ എമ്മിലാണ്. ക്ലിയർ ആയോ? മാനുഫാക്ചറിങ് എം കേട്ടോ, മാനുഫാക്ചറിങ്, premises, waste disposal and equipment. അടുത്തത് schedule N ആണ്. contains various regulations and requirements for a pharmacy. ഒരു ഫാർമസിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും റിക്വയർമെന്റ്സ് അതിനെ സംബന്ധിക്കുന്ന റെഗുലേഷൻസ്. ഫാർമസി ആകുമ്പോൾ അതിനെന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഫാർമസിയിൽ ഉണ്ടോ. ഫാർമസിയിൽ നമ്മൾ പഠിച്ചിട്ടല്ലേ, ഫാർമസിയെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിച്ചു. അതിന്റെ എന്താ പറയാ ഒരു ഫാർമസി അതിൻ്റെതായ രീതിയിൽ എവിടെ സ്ഥിതി ചെയ്യണം, അതിന്റെ എന്താ പറയാ കാര്യങ്ങൾ, അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ എക്യുപ്മെന്റുകൾ വേണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ടോ എന്നുള്ളത് അതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സെക്ഷൻ X എന്ന് പറയുന്നത്. സെക്ഷൻ O contains various rules and regulations, requirements for disinfectant fluids. അതായത് നമ്മള് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡുകളില്ലേ, അതെങ്ങനെയൊക്കെയുള്ളതായിരിക്കണം, അതിന്റെ റിക്വയർമെന്റ് ആയിട്ട് ആവശ്യകത, എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, അതിന്റെ റെഗുലേഷൻസ് ആണ് schedule O യിൽ. റിക്വയർമെന്റ്സ് ഫോർ ഡിസിൻഫെക്റ്റന്റ് ഫ്ലൂയിഡ്സ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്കെഡ്യൂൾ ഇട്ടതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ. പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ Z വരെയുള്ള A തുടങ്ങി ആൽഫബറ്റ്സ് എല്ലാം തന്നെ ഉണ്ട്. Z വരെയുള്ള ഇതെല്ലാം നമുക്ക് വായിക്കാനായിട്ട് ഇതൊന്നും വേഗം വായിച്ചു വേണമെങ്കിൽ ബാക്കി വായിച്ച് ചെയ്യാൻ ചെയ്യണം. Okay. അടുത്തത് പറയട്ടെ. Okay, next one, schedule P ആണ്. Contains regulations regarding the life period and storage of various drugs. ഓരോ ഡ്രഗ്സിന്റെയും പല പല തരത്തിലുള്ള ഡ്രഗ്സിന്റെ സ്റ്റോറേജ്, അതിന്റെ ലൈഫ് പീരീഡ്, എത്ര നാൾ സൂക്ഷിക്കണം, അതിന്റെ ലൈഫ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസ് ആണ് നമ്മുടെ ഷെഡ്യൂൾ P-യിൽ വരുന്നത്. എന്താണ്? regarding life period and storage of various drugs. Life period and storage various drugs in the storage file ബന്ധപ്പെട്ടുള്ള regulations ആണ്. Clear ആയല്ലോ? അടുത്തതിനകത്തുമുണ്ട് section P1 ഉണ്ട്. Contains rules and regulations regarding retail package size of various drugs. പല ഡ്രഗുകളും ഉണ്ടല്ലോ, നമ്മളതിന്റെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യില്ലേ, അതിന്റെ പാക്കേജ് സൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ വലിയ പാക്കറ്റും ഉണ്ടായിരിക്കും, ചെറിയ പാക്കറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ചെറിയ പാക്കറ്റ്സുകളുടെ
സൈസ് എങ്ങനെ വേണം, അതിനെ സംബന്ധിക്കുന്ന ചില നിയമങ്ങളാണ് സെക്ഷൻ P1 വരിക. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രഗ്സിന്റെ ലൈഫ് പീരീഡും അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ട് സ്കെഡ്യൂൾ P പറയുന്നത് അതിന്റെ നല്ലൊരു സബ്സെക്ഷൻ പോലെ അല്ലെങ്കിൽ സ്കെഡ്യൂൾ പോലെ പറയുന്നതാണ് സ്കെഡ്യൂൾ P1. അതില് അതിന്റെ റീറ്റെയിൽ പാക്കേജിന്റെ സൈസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയല്ലോ? P-യും P1-ഉം മനസ്സിലായില്ലേ? ഓക്കെ. Schedule Q ആണ്. Contains list of permitted dyes and pigments in soap and cosmetics. ഇതെന്ന് പറയുന്നത് Qല് വന്നിരിക്കുന്നത് പെർമിറ്റഡ് ഡൈസ്, അതായത് ഡൈ എന്ന് പറഞ്ഞാൽ എന്താ, കളറൊക്കെ വരുന്നതാണ് അല്ലെ. അതിന്റെ കളേർഡ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ സോപ്പിലെ പിഗ്മെന്റ്, അതിനകത്തുള്ള പിഗ്മെന്റുകളും പിന്നെ കോസ്മെറ്റിക്സും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും. ഡൈസ്, സോപ്പ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സ്കെഡ്യൂൾ Q വരുന്നത്. എത്രത്തോളം ഡൈ ചേർക്കാം ഒരു മെഡിസിൻസില് കളേർഡ് ആയിട്ട്, അതിലെ പിഗ്മെന്റ്സ് ആയിട്ട് എന്തൊക്കെ സോപ്പിനകത്ത് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും. ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ എന്തൊക്കെ കളേഴ്സ് ഒക്കെ അടക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ സോപ്പൊക്കെ ഉണ്ടാക്കാം. എല്ലാത്തിന്റെയും മെയിൻ ഇൻഗ്രീഡിയന്റ് ഒന്നായിരിക്കും, പക്ഷെ കളറിലും ഷേപ്പിലും സ്മെല്ലിലും ഒക്കെയാണ് വ്യത്യാസം വരിക അല്ലെ. സോപ്പൊക്കെ അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയേ. സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, വെള്ളം നനച്ച് നമ്മളുടെ കയ്യിലോ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ദേഹത്ത് അതിങ്ങനെ ഒരച്ചുമ്പോ അതിൽ നിന്ന് ഫോം അല്ലെ, ഈ എന്താ പറയാ പത വരും. പത അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു സോപ്പി ഒരു ലിക്വിഡ് പോലെ ആയി പത വരും. അതിലുണ്ട്. അതെല്ലാത്തിലും ആ ഒരു സാധനം പറ്റുമെങ്കിൽ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അതിനകത്ത് ഉണ്ടാകണം. എന്നിട്ട് അതിനകത്ത് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് കളേഴ്സ് ചേർക്കുന്നു, ഡിഫറെന്റ് ഷേപ്പിലാക്കുന്നു, ഡിഫറെന്റ് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നു. അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് സ്കെഡ്യൂൾ 6 contains various regulations and requirements for condoms and mechanical contraceptives. അതായത് നമ്മളുടെ എന്താ പറയാ പ്രിക്കോഷൻസ് എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് കോൺട്രാക്ട്സും കോൺട്രാസെപ്റ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് ആണ് സ്കെഡ്യൂൾ 6. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. നമ്മൾ നിർദ്ദേശിക്കുന്നതാണ് സ്കെഡ്യൂൾ 6 വരെ. കുറച്ചുകൂടി ഉണ്ട്, സെറ്റ് വരെ ഉണ്ട്. അതുകൂടാതെ ബാക്കി ഭാഗമൊക്കെ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് വായിച്ചു വരാം. എളുപ്പമാണ് വിചാരിച്ചിട്ട് നമ്മുടെ പേജ് ഇങ്ങനെ കുറച്ച് കൂടുതൽ പോയി. പക്ഷെ എന്താ പറയാ, എന്തായാലും നിങ്ങൾ വായിച്ച് ഒന്ന് എത്തണ്ടേ. മറ്റേത് എന്താ പറയാ സ്കെഡ്യൂൾസ് എല്ലാം തന്നെ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കേട്ടോ, പഠിക്കാനുള്ളതാ കാണാതെ. ഓക്കെ. സോ സീ യു അടുത്ത ദിവസം കാണാം. Thank you.